ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ബീന കൃഷ്ണനാണ്. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 11ാമത്തെ ചാപ്റ്ററായ പാരലോഗ്രാം അല്ലെങ്കിൽ സാമാന്തരികങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 3ാമത്തെ ലിങ്കാണ് കേട്ടോ. 1, 2 നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. 1ാമത്തേൽ അതിൻ്റെ ഒരു ചെറിയ ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരലോഗ്രാം എന്താണെന്ന് കേട്ടോ. നമ്മുടെ ഈ റെക്റ്റാങ്കിൾ ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ, റെക്റ്റാങ്കിൾ ചതുരം അല്ലേ, ഈ ചതുരം ഒന്ന് ചരിഞ്ഞിരിക്കുന്നതിനെയാണ് നമ്മൾ പാരലോഗ്രാം എന്ന് പറയുന്നത് കേട്ടോ. ചെറുതായിട്ടൊരു ചരിവ് വരുന്നതിനെയാണ് പാരലോഗ്രാം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് പേജ് നമ്പർ 178 തണ്ടി ഈ 3 പടവും നമ്മൾ വരച്ചതാണ് കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടോ? അത് കാരണം ഞാൻ ഓൾറെഡി 2 വട്ടം അത് ഞാൻ ആ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അഥവാ വരയ്ക്കാത്തവൻ അറിയാതെ 6 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര വരയ്ക്കുക. അതിൻ്റെ മിഡ് പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് മൊത്തം എത്ര ആംഗിൾ ഉണ്ടെന്ന് നോക്കണം കുഞ്ഞുങ്ങളെ. ഇവിടെ 1, 2, 3, 4, 5, 6 ആംഗിൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 60 വന്നു. ആ 60 ഡിഗ്രി വെച്ചിട്ട് പ്രൊട്രാക്ടർ വെച്ച് 60 വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പം നമുക്ക് എന്താ ഇങ്ങനെ ഇങ്ങനെ 6 വെട്ടമായിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ ഡിഗ്രി അളവ് കിട്ടും. എന്നിട്ട് നമ്മളൊരു സർക്കിൾ വെച്ച് വരയ്ക്കുന്നതാണെന്നല്ല, അപ്പം നമുക്ക് തെറ്റതല്ല, കറക്റ്റായ മെഷർ കിട്ടും. അവിടെ നിന്ന് നടിഞ്ഞോട്ട് എത്രയാണോ നമ്മളിവിടെ സെൻറ്ററിൽ നിന്നും എടുത്തത് അത് അത്രയും തന്നെ വെച്ച് ഓരോ ആർക്ക് വെച്ച് വരയ്ക്കുമ്പോൾ നമുക്കിത് കിട്ടും. അതിൻ്റെ തൊട്ട് താഴത്തെ നമ്മൾ അതുപോലെ തന്നെ കളർ കൊടുത്തൊക്കെ നമ്മൾ ചെയ്തതാണ്. 2 വട്ടം ഞാൻ ആ കളർ കൊടുത്ത് ചെയ്തു. ഇനി അതുകൊണ്ട് അത് കളർ ചെയ്യുന്നില്ല കേട്ടോ. അപ്പം ഇതും അതുപോലെ 6 സെൻറ്റിമീറ്റർ എടുക്കുക. ഇവിടെ മൊത്തം എത്ര എണ്ണം ഉണ്ട് കുഞ്ഞുങ്ങളെ? 8 ആംഗിൾ ഉണ്ട് കേട്ടോ. 8 എണ്ണം ഉണ്ട് മൊത്തം കൂടെ. നിങ്ങൾ കൂട്ടി വയ്ക്കുക. 1, 2, ഇവിടെ 2, 3, ഇവിടെ 4, 5, 6, 7, 8 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ 360നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 45. പ്രൊട്രാക്ടറിൽ 45 എടുത്തിട്ട് ഇങ്ങനെ എഴുതിയിട്ട് കേട്ടോ. നമ്മളിവിടെ സെൻറ്ററിൽ നിന്ന് ഇവിടെ വരെ എത്ര ഉണ്ടോ അത്രയും തന്നെ ആർക്ക് എത്ര വെച്ചോ ആർക്ക് വെച്ചാൽ മതി കേട്ടോ. അത് എങ്ങോട്ടൊക്കെയാണെന്നൊക്കെ നമ്മൾ 1ാമത്തെയും 2ാമത്തെയും ലിങ്കിൽ പറഞ്ഞതാകും കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് ഇനി അത്രയും നമ്മൾ സമയം കളയുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാണ് വരച്ചത് കേട്ടോ. മനസ്സിലായോ? അതായത് നമ്മുടെ പടത്തിനകത്തിലെ ടെസ്റ്റിൽ കണ്ട ഈ പടമാണ്. അപ്പോൾ ഇതൊരു ഹെക്സഗണാണ് അല്ലേ. ഹെക്സഗൺ എന്ന് വെച്ചാൽ 6 വശമുള്ള ഒരു ഹെക്സഗണാണ്. 1, 2, 3, 4, 5, 6. അതിനകത്തിൽ നമുക്ക് നോക്കിയാൽ ഫസ്റ്റ് ഇങ്ങനെ വന്നേക്കും. ഇത് മൊത്തം എത്ര ഉണ്ടോ? 3 എണ്ണം ഉണ്ട് അല്ലേ. ഈ ഹെക്സഗണിനകത്തിൽ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ എല്ലാത്തിൻ്റെയും നോക്കുന്നുണ്ട്. സെൻറ്ററിൽ നിന്ന് ഇത് നോക്കിയപ്പോൾ എത്ര ഉണ്ട്? മൊത്തം 1, 2, 3, 4, 5, 6 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ 360നെ 6 വെച്ച് ചെയ്തപ്പോൾ നമുക്ക് എത്ര? 60 കിട്ടിയില്ലേ. ആ 60 വെച്ചാണ് നമ്മൾ ഇതെല്ലാം മെഷർ ചെയ്തത്. ഇതോ നമ്മൾ 8 വെച്ച് ചെയ്തു ഇല്ലേ. 8 വെച്ച് ചെയ്തപ്പോൾ എത്രയാണ്? 45. ആ 45 ഡിഗ്രി വെച്ചാണ് ഇതെല്ലാം ചെയ്തത്. ഇത് നോക്കിയാൽ ഹെക്സഗൺ സെൻറ്ററിൽ നിന്ന് ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3 എണ്ണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 360നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 120 കിട്ടി കുഞ്ഞുങ്ങളെ. അപ്പോൾ നമ്മൾ പ്രൊട്രാക്ടർ എടുത്തിട്ട് 120 3 എടുത്തായിട്ട് ചെയ്തപ്പോൾ 320. ഇവിടെ 120, ഇവിടെ 120, ഇവിടെ 120. എന്നിട്ട് അതിൽ നിന്നും എന്താണ് ഇവിടോട്ട് നമ്മൾ എത്ര സെൻറ്റിമീറ്റർ ആണോ നിങ്ങൾ ഇവിടുന്ന് ഇവിടെ വരെ എടുത്തത്, അല്ലെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെ എടുത്തത്, അല്ലെങ്കിൽ ഇവിടെ വരെ എടുത്തത്, ആ സെയിം സെൻറ്റിമീറ്റർ തന്നെ ഇങ്ങോട്ടും ഇവിടെ നിന്ന് നീട്ടുക, ഇവിടെ നിന്ന് ഇങ്ങോട്ടും നീട്ടുക, ഇവിടെ നിന്ന് ഇങ്ങോട്ടും നീട്ടുക. എന്നിട്ട് അത് യോജിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ. എളുപ്പമാണ് കേട്ടോ. അടുത്ത നമ്മൾ അതിൻ്റെ തൊട്ട് 2ാമത്തെ ചോദ്യം. ഈ പടം നമ്മൾ എങ്ങനെ വരയ്ക്കുക എന്നാണ് കേട്ടോ. മനസ്സിലായോ? അതായത് തുല്യമായ 3 സാമാന്തരികങ്ങളും ഒരു സമഭുജ ത്രികോണവും ചേർന്ന ഈ ചിത്രം വരയ്ക്കാൻ എന്തൊക്കെയുണ്ട് അവിടെ? 3 സാമാന്തരികങ്ങളും ഒരു സമഭുജ ത്രികോണവും അവിടെ ഉണ്ടെന്ന്. സാമാന്തരികം സാമാന്തരികം എന്ന് വെച്ചാൽ എന്താ കേട്ടോ? പാരലോഗ്രാം അല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞ സാമാന്തരികങ്ങൾ, അതായത് പാരലോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? റെക്റ്റാങ്കിളിനെ ഒന്ന് ചരിച്ച് വെക്കുന്നതാണ് നമ്മൾ പറഞ്ഞു പാരലോഗ്രാം അല്ലേ. നോക്കിയാൽ ഇതൊരു റെക്റ്റാങ്കിൾ അല്ലേ. ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, ഇവിടെ ഒരു റെക്റ്റാങ്കിൾ അല്ല, പാരലോഗ്രാം ആണ് കേട്ടോ. റെക്റ്റാങ്കിളിനെ ചരിച്ച് വെക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? സാമാന്തരികങ്ങൾ അല്ലെങ്കിൽ പാരലോഗ്രാം എന്ന് പറയുന്നത് കേട്ടോ. പാരലീലോഗ്രാം എന്നാണ് നമ്മൾ എളുപ്പം പാരലോഗ്രാം എന്ന് പറയുന്നതിലും പാരലീലോഗ്രാം എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. അപ്പം 3 സാമാന്തരികങ്ങളുമുണ്ട്. ഇതിനകത്തൊരു ആരുണ്ട്? ഒരു ത്രികോണമുണ്ട്. ആ ത്രികോണം എന്താ? ഒരു സമഭുജ ത്രികോണമാണ്. ഈക്വൽ ട്രയാങ്കിൾ ആണ്. എന്താ നിങ്ങൾ ഈക്വൽ ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ 3 ആംഗിളുകളും എന്താണ്? ഈക്വലാണ്. എന്ന് വെച്ചാൽ ഈക്വലായിട്ട് വരണമെങ്കിൽ എത്ര? ഇവിടെ 60 ആയിരിക്കണം, ഇവിടെ 60 ആയിരിക്കണം, ഇവിടെ 60 ആയിരിക്കണം. അതുകൊണ്ടാണ് അതിനെ എന്താ? സമഭുജ ത്രികോണം എന്ന് പറയുന്നത്. ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? 3 ആംഗിളുകളും എത്ര വേണം? 60 ഡിഗ്രി തന്നെ വേണം കേട്ടോ.
എന്ന് വെച്ചാൽ ഇൻറ്റീരിയർ ആംഗിൾ, ഒരു ട്രയാങ്കിളിൻ്റെ അകത്തെ ആംഗിൾ മൊത്തം കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? 180 ഡിഗ്രി. നിങ്ങൾ അത്രയും കാട് പിടിച്ച് അങ്ങ് ചിന്തിക്കേണ്ട. ഇതിനകത്തിൽ അതിന് തക്കായിട്ടൊന്നും ഒന്നുമില്ല കുഞ്ഞുങ്ങളെ. ഇതിനകത്തൊരു ഈക്വലേറ്റർ ട്രയാങ്കിൾ ഉണ്ടല്ലേ, ഇതിനകത്തുള്ളൊരു സമഭുജ ത്രികോണമുണ്ട്, പിന്നെ തുല്യമായ 3 സാമാന്ത്രികങ്ങൾ അല്ലെങ്കിൽ പാരലോഗ്രാമും ഉണ്ട്. അത്രയേ ഉള്ളൂ. ചോദ്യം മനസ്സിലായല്ലോ. അപ്പം നമ്മൾ ഇതിനെ എങ്ങനെ ചെയ്യും എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ചെയ്യാം. അപ്പോൾ നോക്കൂ കുഞ്ഞുങ്ങളെ, നമ്മൾ ഈ കണക്ക് രണ്ടാമത്തെ കണക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇവിടെ നമ്മളോട് ഫസ്റ്റ് പറഞ്ഞ എന്താണെന്നറിയോ, ഒരു സമഭുജ ത്രികോണവും 3 സമാന്തരികങ്ങളും, അതായത് ഒരു തുല്യ ഈക്വൽ ട്രയാങ്കിളും ഉണ്ട്, 3 പാരലോഗ്രാമും ഉണ്ടെന്നാണ്. നമുക്കതിൽ എളുപ്പത്തിന് വേണ്ടി ആദ്യമേ എന്താണെന്നറിയോ, ഒരു ഈക്വലേറ്ററൽ ട്രയാങ്കിൾ അങ്ങ് വരയ്ക്കാം. അതായത് എന്താണെന്നറിയാം, നമുക്ക് 2 സെൻറ്റിമീറ്റർ നീളത്തിൽ 0-യിൽ നിന്നും 2 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇവിടെ വരെ ഈക്വലേറ്റർ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താ, 3 വശവും ഒരുപോലെ ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 2 ആയിരിക്കണം, ഇവിടെയും 2 ആയിരിക്കണം. അപ്പോൾ അത് നമ്മൾ എങ്ങനെ വരയ്ക്കും? ഇപ്പോൾ സ്കെയിൽ വെച്ചിട്ട് എങ്ങനെ വരയ്ക്കും? എങ്ങനെ വരയ്ക്കും? അതിനുള്ള എളുപ്പ വഴി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താ, കോമ്പസ് എടുത്തിട്ട് അല്ലേ, കോമ്പസും പെൻസിലും എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ മെഷർ ചെയ്തിട്ട് അല്ലേ, ഇങ്ങനെ മെഷർ ചെയ്തിട്ട് ഇത് വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു ആർക്ക് കൊടുത്താൽ മതി, ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടും കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ കൂട്ടി യോജിച്ചു. കാരണം എന്താ, നമ്മളോട് പറഞ്ഞു ഈക്വലേറ്ററൽ ട്രയാങ്കിളാണ് എന്ന് വെച്ചാൽ 3 ഒരുപോലെ വരണം, സൈഡും ഒരുപോലെ ആയിരിക്കണം, സെൻറ്റിമീറ്ററും ആംഗിളും കോണുകളും ഒരുപോലെ ആയിരിക്കണം, സൈഡുകളും ഒരുപോലെ ആയിരിക്കണം. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെയും 2, ഇവിടെയും 2 സെൻറ്റിമീറ്റർ, ഇവിടെയും 2 സെൻറ്റിമീറ്റർ. ഫസ്റ്റ് നിങ്ങൾ ഇത്ര എഴുതുക. ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? ഇവിടെ 60 ആണ്. ഇവിടെ എത്രയാണ്? 60 ആണ്. ഇവിടെ എത്രയാണ്? 60 ആണ്. അപ്പോൾ മനസ്സിലായോ? ഇത് ഞാൻ മനസ്സിലാവാൻ വേണ്ടിയാണ്. കാരണം നമ്മുടെ അടുത്ത് ഒരു സമഭുജ ത്രികോണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ നടുക്ക് നോക്കി, ഇവിടെ 2 ആണ്, ഇവിടെ 2 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ 2 സെൻറ്റിമീറ്റർ, ഇവിടെ 2 സെൻറ്റിമീറ്റർ, ഇവിടെ 60, ഇവിടെ 60, ഇവിടെ 60. എങ്ങനെയാണ് വന്നത്? ഇപ്പം നമ്മൾ 3 എടുത്തെങ്കിലും നമുക്ക് കിട്ടും കേട്ടോ. ഇവിടെ നമുക്ക് 3 സെൻറ്റിമീറ്റർ എടുത്തെന്ന് വെച്ചോ കേട്ടോ, അല്ലെങ്കിൽ 4 എടുത്തെന്ന് വെച്ചോ. അത് 4 സൈഡും എന്തായിരിക്കണം? 3 സൈഡും എന്തായിരിക്കണം? തുല്യമായിരിക്കണം കേട്ടോ. അപ്പോൾ അത് ഓക്കെ ആണല്ലോ. ഇനിയും നിങ്ങൾ ചെയ്യാനുള്ളത് എന്തറിയോ, ഇവിടെ 2 അല്ലേ, അതിനെ ഇച്ചിരി ഇങ്ങോട്ട് നീട്ടി അങ്ങ് വരയ്ക്കണം. ഇത് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മളോട് ചെയ്യാൻ മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ. അപ്പോൾ നീട്ടി ഇങ്ങനെ വരച്ചിട്ടുണ്ടല്ലോ. ഇവിടെ വരെ 2 ഉണ്ടല്ലോ, ഇവിടുന്ന് ഇങ്ങോട്ട്, അതായത് മൊത്തം 6 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര താപ്പോട്ട് വരയ്ക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പാണ്. നമ്മൾ എന്താ പഠിച്ചത്? ഒരു തുല്യ ത്രികോണം അല്ലേ, സമഭുജ ത്രികോണം വരച്ചു. സമഭുജ ത്രികോണം വരച്ചു അല്ലേ, വരച്ചല്ലോ. കാരണം എന്താ, ഒരേ സൈഡാണ്, ഒരേ ആംഗിളുമാണ്. എന്നിട്ട് ദാണ്ട് അതിൻ്റെ ലെഫ്റ്റിലോട്ട് വരച്ചു അല്ലേ, ഓർമ്മയുണ്ടോ? അത് കഴിഞ്ഞിട്ട് എന്താ, ഇവിടുന്ന് ഇവിടെ ഇങ്ങോട്ട് 6 സെൻറ്റിമീറ്റർ വരച്ചു. ഇവിടെ വരെ 6 സെൻറ്റിമീറ്റർ. പിന്നെ ഇവിടുന്ന്, അതായത് ഇതിങ്ങോട്ട് വരച്ചു, ഇത് ഇങ്ങോട്ട് വരച്ചു. അപ്പോൾ ഈ വരയുണ്ടല്ലോ, അതും എന്താ, മേപ്പോട്ട്. ഇതെല്ലാം 6 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കണം കേട്ടോ. 6 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കണം. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഒന്ന് നമ്മൾ ത്രികോണം വരച്ചു, രണ്ടാമത്തെ എന്താണ്, ആ ത്രികോണത്തിൻ്റെ അങ്ങോട്ട് ഇങ്ങോട്ട് കണ്ടോ. ഇനി ഓപ്പോസിറ്റ് സൈഡ് ഓർത്തോണേ കുഞ്ഞുങ്ങളെ, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തുല്യമാക്കണം. ഇപ്പോൾ ഇവിടെ 2 ഉണ്ടായിരുന്നു, ഇവിടെ എത്രയാണ്? ഇവിടെ 4 ആണ്. അപ്പം മൊത്തം എത്ര? 4ഉം 2ഉം 6. ഇവിടെ 2 ഉണ്ട്, ഇവിടെ എത്രയാണ്? ഇവിടെ 4 അല്ലേ. ഇവിടെ എത്ര? ഇവിടെ 2 ഉണ്ട്, ഇവിടെ 4. അപ്പോൾ നമ്മൾ അഡീഷണൽ വരച്ച എത്ര നോക്കിക്കേ, 4 ആണ്. അഡീഷണൽ, അതായത് 2 ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ, ത്രികോണത്തിൻ്റെ 2 ഉണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ടൊരു 4, ഇങ്ങോട്ടൊരു 4, അങ്ങോട്ടൊരു 4 കേട്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഇപ്പം ഇവിടെ മൊത്തം എത്ര എടുത്തത്? മൊത്തം എത്ര കുഞ്ഞുങ്ങളെ? 6 ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും എന്ത് ചെയ്യണം, നമ്മൾ 6 വരയ്ക്കണം. ഓപ്പോസിറ്റ് സൈഡ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കോമ്പസിൽ 6 സെൻറ്റിമീറ്റർ എടുക്കുക. കറക്റ്റായിട്ടുണ്ട്. എൻ്റെ കോമ്പസിന് ഒരു ഇച്ചിരി ആട്ടം കൂടുതലാണ് കേട്ടോ, അനുസരണയില്ല. ഇവിടെ വരെ 6. അത് നമ്മൾ ഇവിടെ വെച്ചിട്ട് കേട്ടോ, ഇവിടെ തന്നെ വെക്കണേ. എന്നിട്ട് ഇങ്ങോട്ടൊരു, ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി ആട്ടം കൂടുതലാണ്, ഇവിടെ വെച്ചിട്ട് ഇവിടോട്ട് കറക്റ്റ് ആണോ നോക്കണേ കേട്ടോ. ഇവിടെ വെച്ചിട്ട് ഇവിടെ ഇല്ലേ കുഞ്ഞുങ്ങളെ, ഇവിടുന്ന് ഇവിടെ വരെ 6 ആണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ, സാമാന്തരികങ്ങൾ അല്ലെ പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണെന്ന് പഠിച്ചല്ലോ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ ഇവിടെ, ഇല്ലയോ? അപ്പോൾ ഇവിടെ എന്താ, 4
അല്ല 6 സെൻറ്റിമീറ്റർ. ഇവിടെ 6 ആയതുകൊണ്ട് ഇവിടെ 6 കേട്ടോ. ഇനി ഇത് 4 അല്ലേ, അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് എത്ര? 4. അപ്പോൾ നമ്മൾ ഇത് 4 എടുക്കണം കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് 4 കണ്ടോ, 4 എടുക്കണം. ആ 4 ഇവിടെ കുത്തിയിട്ട് കണ്ടോ, ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടൊരു ആർക്ക് കൊടുക്കുക. അപ്പോൾ അത് രണ്ടും കൂടെ അവിടെ കൂട്ടിമുട്ടിയല്ലോ. ആ കൂട്ടിമുട്ടിയെടുത്തോട്ട് നേരെ ഒരു വര കൊടുക്കുക. എളുപ്പമാണ് കേട്ടോ. എവിടൊക്കെയാണോ കൂട്ടിമുട്ടിയത് ഉണ്ട് അവിടോട്ട് വരയ്ക്കുക. കാരണം ഇവിടെ 4 ആണെങ്കിൽ ഇവിടെയും 4 തന്നെയാണ് കേട്ടോ. ഇവിടെ നോക്കിയേ, 2 ഇവിടെ വരെ 2 ഉണ്ട്, ഇവിടെ നിന്ന് അപ്പം മൊത്തം എത്ര? 6. അപ്പോൾ ഇവിടെ 6. ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ അല്ലേ, ഇല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും വരയ്ക്കുക. ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? ഇവിടെ 6 ആണ്. അപ്പോൾ ഇവിടെ എത്ര വരണം? 6 വരണം. ഓപ്പോസിറ്റ് സൈഡ് ആണേ, തിരിഞ്ഞു പോയില്ല കേട്ടോ. ഇവിടുന്ന് ഇവിടെ വരെ 6 ആണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് സൈഡ് വെച്ച് അങ്ങ് വരച്ചാൽ മതി. 6. എൻ്റെ കോമ്പസിന് ഓട്ടം കൂടുതലാണ്ട് ഞാൻ 2 വട്ടം നോക്കണം കേട്ടോ. പുതിയൊരെണ്ണം വാങ്ങിച്ചതാണ്, മോൻ എടുത്തുകൊണ്ട് പോയതാണ്. 6 കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരച്ചു. ഇനി എന്താ? ഇനി ഇതിന് ഓപ്പോസിറ്റ് ഉണ്ട് അല്ലേ. ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് ഇത്രയും 4 അല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ ഇവിടുന്ന് 4 എടുക്കണം. അതെ, കറക്റ്റായിട്ട് നോക്കണേ. എൻ്റെ ഇവിടെ 4 കണ്ടോ, 4. ആ 4 ഞാൻ ഒന്നുകൂടെ പറയാം കുഞ്ഞുങ്ങളെ. ആദ്യമേ നമ്മൾ 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. ആദ്യമേ നമ്മൾ ട്രയാങ്കിൾ വരച്ചു, അതിന് സംശയമൊന്നുമില്ലേ? എങ്ങനെ 6 ഇത് ഈക്വലാണ്, സമഭുജ ത്രികോണമാണ് അല്ലേ. തുല്യ ത്രികോണം നമ്മൾ വരച്ചു. 60 60 60 സൈഡുകൾ 2 ആണ്. അതിനെ നമ്മൾ ഇങ്ങോട്ട് നീട്ടിയപ്പം 4 2 6 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര വരച്ചു. അപ്പോൾ ആ 6 തന്നെ ആയിരിക്കണം അതിൻ്റെ ഓപ്പോസിറ്റ്. ഇത് 6 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റും 6 ആയിരിക്കും. കാരണം എന്താ? പാരലോഗ്രാമാണ് അല്ലേ. ഇവിടെ എന്താ? ഇവിടെ 4 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് 4. അപ്പോൾ ഓപ്പോസിറ്റ് വരയ്ക്കാൻ നമ്മൾ ഈ കോമ്പസിൽ എടുത്തിട്ട് വരച്ചാൽ മതി. അപ്പോൾ നോക്കിയേ, ഇവിടെ എത്ര ഉണ്ടോയെന്ന് നോക്കുക. ഇവിടെ എത്ര ഉണ്ടോ നിങ്ങളെ? 6 ഉണ്ട്. അപ്പോൾ ആ 6 നമ്മൾ ദാണ്ട് ഇവിടെ വരച്ചു അല്ലേ. ഈ 6 എടുക്കാൻ അറിയണേ. ദാണ്ട് ഇവിടുന്ന് നമ്മൾ ഇവിടത്തെ തന്നെ എടുക്കുക. അത് വെച്ചിട്ട് ദാണ്ട് ഇത് ദാണ്ട് ഇങ്ങോട്ട് ആർക്ക് കൊടുക്കുക. കണ്ടല്ലോ. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടെ വരുന്നത് അല്ലേ. അതെത്ര നോക്കിക്കേ? 4 ആണ്. നോക്കിക്കേ, 4 ആണ്. അത് നമ്മൾ ഇവിടെ വേണം വെക്കാൻ. ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട്. ഇനി അത് രണ്ടും കൂടെ ഇവിടെ കൂട്ടിമുട്ടിയെന്ന് നോക്കിക്കേ. അതിന് നേരെ വരയ്ക്കുക. അത് രണ്ടും കൂടെ നോക്കിയേ. എന്നിട്ട് ഇവിടുന്ന് ഇവിടെ വരെ, ഇവിടെ വരെ. എന്നിട്ട് അതിനെ ഇവിടെ തൊട്ട് കണ്ടോ യോജിപ്പിക്കുക. മനസ്സിലായോ? ഇനി ഇപ്പുറത്തെ സൈഡ് വരാനുണ്ട്. അപ്പോൾ റെഡി കിട്ടുന്നുണ്ടോ? ഇനി ഇപ്പുറത്തെ സൈഡ് വരാനുണ്ട്. അതും എങ്ങനെയാ? നമ്മൾ ഇതാണ്ട് ഇവിടെ ഉണ്ട് അല്ലേ. ഇവിടെ 4 ഉണ്ട്. അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റും എന്തായിരിക്കും? 4. ഓപ്പോസിറ്റ് സൈഡ് നോക്കിയാൽ മതി കുഞ്ഞുങ്ങളെ. ഇതിന് ഓപ്പോസിറ്റ് ഇവിടെ അല്ലേ. അപ്പോൾ ഇവിടെ 4 ആണ്. നമുക്ക് ഇവിടെ ഉണ്ട്. ഇവിടുന്ന് ഇവിടെ വരെ 4 ആണ് അല്ലേ. കോമ്പസിൽ നമ്മൾ 4 നോക്കിയേ. 4 ആണ്. അപ്പോൾ ആ 4 തന്നെ ഇവിടെ വെച്ചിട്ട് ഇവിടെ കേട്ടോ വെച്ചിട്ട് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് സൈഡ് നിങ്ങളങ്ങ് എടുത്താൽ മതി കേട്ടോ. ഒന്നും പേടിക്കണ്ട. ഇനി ഇവിടെ എത്ര മൊത്തവും കൂടെ? ഇവിടെ 6 ആണ് അല്ലേ. ഒരിടത്ത് 6 ഒരിടത്ത് 4 അല്ലേ. 6 ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ വെച്ചിട്ട് കുത്തണം. കാരണം ഇവിടെ വരും. ഇവിടെ അവിടെ ഇവിടെ എന്നൊക്കെ ഞാൻ പറയുന്നതെങ്കിൽ മനസ്സിലാക്കി വേണം കേട്ടോ. അതായത് നോക്കൂ നിങ്ങളെ, ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് എവിടാ? ഇവിടെ അല്ലയോ. ഇതിവിടെ. ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഇവിടെ. അപ്പോൾ ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ എത്രയാണ്? 4 ആണ്. അപ്പോൾ അത് തങ്ങളി യോജിപ്പിക്കുക. കണ്ടോ, 4. ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഇത്രയേ ഉള്ളൂ സംഭവം. മനസ്സിലായോ? ഇതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് മനസ്സിലായോ? ഞാൻ വരയ്ക്കുമ്പോൾ കണ്ട, ഞാനത് കളറടിച്ച് വെച്ച് വരച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. കണ്ടോ, ഇപ്പം നല്ലതല്ലേ? നല്ല നിങ്ങൾ ഇതുപോലെ കളർ കൊടുക്കണം. നമ്മൾ ഈ വരയ്ക്കുമ്പോൾ വലിയ കണ്ടോ ഗ്ലാമറൊന്നും ഇല്ലെങ്കിലും, അതായത് ഞാനിത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങളെ. ആദ്യം എന്താണെന്നറിയോ, നമ്മൾ ഒരു തുല്യ ത്രികോണം എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ 2 ആണെങ്കിൽ ഇവിടെയും 2 ആയിരിക്കണം, ഇവിടെയും 2 ആയിരിക്കണം. അതിന് നമുക്ക് കോമ്പസ് ഉപയോഗിച്ചിട്ട് ഇവിടെ 2 സെൻറ്റിമീറ്റർ സ്കെയിൽ വെച്ച് വരച്ചിട്ട് അതേ കോമ്പസ് വെച്ചിട്ട് ഒരു ആർക്ക് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് തുല്യ ത്രികോണം കിട്ടും. ആംഗിളിലെല്ലാം 60 ആണ്. പിന്നെ എന്തോ ചെയ്താൽ മതി? ഇതാണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2നെ ഇങ്ങോട്ട് നീട്ടി 6 ആക്കുക.
ഈ രണ്ടിനെ ഇങ്ങോട്ട് നീക്കിയിട്ട് 6 ആക്കുക, ഈ രണ്ടിനെ ഇങ്ങോട്ട് നീട്ടി 6 ആക്കുക. മൊത്തം നോക്കിയേ, ഇങ്ങോട്ടും 6 അങ്ങോട്ടും 6 ഇങ്ങോട്ടും 6. എന്നെ സംശയമില്ലല്ലോ. ഇനി ഓപ്പോസിറ്റ് സൈഡ് എടുക്കുക. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് കുഞ്ഞുങ്ങളെ രണ്ട് ഇവിടെ വരുന്നത് അല്ലേ, ഇവിടെ വരെ വരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ അങ്ങ് യോജിപ്പിക്കുക അല്ലേ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ 4 വരും. ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ 6. മനസ്സിലായല്ലോ. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ എത്ര വന്നേ, 4ഉം 2ഉം നോക്കിയേ, ഫുൾ എത്ര, 4ഉം 2ഉം 6. അപ്പോൾ നമ്മളിവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് എന്ത് ചെയ്യുക, 6 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് ഒരു ആർക്ക് കൊടുക്കുക. 6 6 സെൻറ്റിമീറ്റർ. ഇനി ഇവിടെ എത്ര നോക്കിയാൽ 4, ആ 4 തന്നെ ഇങ്ങോട്ടും കൊടുക്കുക. ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ നിന്നാണ് 4, ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ 6 കേട്ടോ. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എത്ര, 6 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് എന്തുമായിരിക്കും, 6 ആയിരിക്കും കേട്ടോ. ഇവിടെ 4ഉം 2ഉം 6 ആയതുകൊണ്ട് ഇവിടെ എന്താ, 6 ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ എത്ര, 4 ഇവിടെ 4, ഇത്രയേ ഉള്ളൂ കണ്ടോ. ഇതിനെ നമ്മൾ കളർ കൊടുത്ത് കഴിയുമ്പോൾ അത് ഇങ്ങനെ ഇരിക്കും. എങ്ങനെയുണ്ട്, നല്ല പടമല്ലേ, ഇല്ലയോ? ഇതുപോലെ തന്നെ നിങ്ങൾ കളർ കൊടുക്കണം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം. നോക്കി കഴിഞ്ഞാൽ ഇവിടെ 6 ഇവിടെ 6 അല്ലേ. വലിയ വശങ്ങൾ സാമാന്തരികം എല്ലാം നോക്കി 6 വന്നു കണ്ടോ. 6 അതായത് നീളം, വീതി ഇവിടെ എത്ര, 4ഉം വന്നു അല്ലേ. ചെറിയ വീതി എല്ലാം 4. ഇവിടെ 4, ഇവിടെ 4, ഇവിടെ 4, ഇവിടെ 6, ഇവിടെ 6, ഇവിടെ 6. അകത്ത് കിടക്കുന്ന ട്രയാങ്കിളോ 60 60 60, സൈഡൊക്കെയോ 2 2 2 കേട്ടോ. ഇതുപോലെ തന്നെ ചെയ്ത് പഠിച്ച് കളറ് കൊടുത്ത് തന്നെ വരയ്ക്കണം കേട്ടോ. അപ്പോൾ ഇത് കിട്ടിയല്ലോ. അടുത്ത നമ്മളോട് പറഞ്ഞത് തുല്യമായ 4 സാമാന്തരികങ്ങളും, അത് നോക്കണേ കുഞ്ഞുങ്ങളെ, തുല്യമായ 4 സാമാന്തരികങ്ങളും, അതായത് 4 ഈക്വൽ പാരലോഗ്രാമും ആയിരിക്കണം, 4 ഈക്വൽ റൈറ്റ് ട്രയാങ്കിളും ആയിരിക്കണം, 4 മട്ടത്രികോണങ്ങളും 4 സാമാന്തരികങ്ങളും വേണം കേട്ടോ. അപ്പോൾ ആ പടം നമുക്ക് തന്നിട്ടുണ്ട്. ഇതെങ്ങനെ വരയ്ക്കണമെന്നുള്ളത് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മൾ എന്തോ ചെയ്യണം, ഒരു സ്ക്വയർ വരയ്ക്കാനാണ് പറഞ്ഞത് കേട്ടോ. ആദ്യമേ എന്ത് ചെയ്യണം, ഒരു സ്ക്വയർ 6 സെൻറ്റിമീറ്ററുള്ള ഒരു സ്ക്വയർ വരയ്ക്കുക. നോക്കൂ കുഞ്ഞുങ്ങളെ, 0 മുതൽ 6 സെൻറ്റ്, നമ്മളെല്ലാം 6 ആദ്യം മുതലേ 6. ഓക്കെ, സ്ക്വയർ വരയ്ക്കുക. ഈ സ്ക്വയർ വരയ്ക്കുന്നത് എങ്ങനെയാണ്, ഇനി മേപ്പോട്ട് വരയ്ക്കാൻ നമ്മൾ സ്കെയിൽ വെച്ച് ഉപയോഗിച്ചാലേ ഇനി ഇങ്ങോട്ടാവും, ഇങ്ങനെയൊക്കെയുള്ള ഡൗട്ട് വരും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ സെറ്റ് സ്ക്വയർ എടുത്തിട്ട് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി കേട്ടോ, ഈ സെറ്റ് സ്ക്വയർ നോക്കൂ നിങ്ങളെ, സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് എപ്പോഴും നേരെയുള്ള ഈ സ്ക്വയറൊക്കെ വരയ്ക്കുമ്പോൾ തെറ്റത്തില്ല. അപ്പം കേട്ടോ, എത്രയാണ് മേപ്പോട്ടും എത്ര, 6. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് 6. ഇനി അത് നേരെ ഇങ്ങനെ തിരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് എത്ര എടുക്കണം കണ്ടോ. സെറ്റ് സ്ക്വയർ വെച്ച് വരയ്ക്കുന്നത് വെച്ചാൽ തെറ്റാതിരിക്കാൻ വേണ്ടിയാണേ. ഇവിടുന്ന് ഇങ്ങോട്ടും 6. എന്നിട്ട് ഇത് കൂട്ടി യോജിപ്പിച്ച് അപ്പോൾ എത്ര വരും, 0 മുതൽ കണ്ടോ ഇങ്ങോട്ടും 6 വരും കേട്ടോ. അതായത് ഒരു സ്ക്വയർ 6 സെൻറ്റിമീറ്റർ, ഇവിടെ 6, ഇവിടെ 6, ഇവിടെ 6, ഇവിടെ 6 കേട്ടോ. ഇനി എന്താ ചെയ്യുന്നറിയോ, അതിൻ്റെ മിഡ് പോയിൻ്റ്, അതായത് നടുക്ക് വെച്ച്, അതായത് 3, ഇവിടെ 6 നമ്മളോട് ചെയ്യാൻ പറഞ്ഞേ, 0 to 6. അപ്പോൾ അതിൻ്റെ 3 ആകുമ്പോൾ തണ്ട് ഇവിടെ വരും കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം, നേരെ താപ്പോട്ടൊരു വര കൊടുക്കുക, നേരെ താപ്പോട്ട് ഒരു വര കൊടുക്കുക. 3 കേട്ടോ. ഇനി നോക്കിയതാണ്ട് ഇവിടുന്ന് നമ്മൾ മൊത്തം 6 നമ്മളോട് പറഞ്ഞത്, അതിൻ്റെ ഇവിടെ 2-നൊരു കുത്ത്, 4-നൊരു കുത്ത്, അതായത് തുല്യമായിട്ട് നമുക്ക് ഇവിടുന്ന് ഇവിടെ വരെ ഒരളവാണ്, ഇവിടുന്ന് ഇവിടെ വരെ ഒരളവാണ്, ഇവിടുന്ന് ഇവിടെ വരെ ഒരളവ്. അതുപോലെ തന്നെ ഇവിടെയും കൊടുക്കുക, 2-നും 4-നും. അതുപോലെ ഇവിടെയും കൊടുക്കുക, 2-നും 4-നും. എന്നിട്ട് ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. അതാണ്ട് ഈ മേളിൽ നിന്നും ഇങ്ങോട്ട് ഒരു വര കൊടുക്കുക, മുകളിൽ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഈ മേളിൽ നിന്ന് ഇങ്ങോട്ടും കൊടുക്കുക. അപ്പോൾ ഇങ്ങോട്ട് കണ്ടോ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുക. പിന്നെ അടുത്താണ്ടിതാ, അവിടെ നിന്ന് ഇങ്ങോട്ട്. ഈ ഒരു പടം ആ സാധനം ഇത് കളർ കൊടുത്താണ് നമ്മുടെ ടെസ്റ്റിൽ ഇട്ടേക്കുന്നത്. നമ്മുടെ ടെസ്റ്റ് എവിടെ പോയി, അതെ കളർ കൊടുത്താണ് ഇട്ടേക്കുന്നത് കണ്ടോ. തുല്യമായ 4 സാമാന്തരികങ്ങളും അല്ലേ, 4 സാമാന്തരികളും 4 മട്ടത്രികോണങ്ങളും ചേർന്ന ഈ ഒരു ചതുരം വരയ്ക്കാൻ കണ്ടോ. ഇത് വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ഞാനത് വരച്ച് കേട്ടോ. കണ്ടോ, ഇന്നത്തെ എൻ്റെ ജോലി മൊത്തം ഇതായിരുന്നു. നിങ്ങൾക്ക് കളർ റെഡിയായിരുന്നു കേട്ടോ.
ഇത് കണ്ടോ കുഞ്ഞുങ്ങളെ, ഇതൊരു സ്ക്വയറാണ് അല്ലേ, സമചതുരം അതല്ലേ സ്ക്വയർ അല്ലേ. ഈ സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, 6 സെൻറ്റിമീറ്റർ വീതമാണ് എടുത്തേക്കുന്നത് അല്ലേ. അതിൻ്റെ നടുക്കായിട്ട് അതിൻ്റെ എല്ലാ ക്ലൂ ഞാൻ വലതുവശത്ത് ഒരു 6 സെൻറ്റിമീറ്റർ സ്ക്വയർ വരയ്ക്കുക, 3 സെൻറ്റിമീറ്റർ നടുക്കായിട്ടൊരു കുത്ത് കൊടുക്കുക കണ്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഈ 2 വെച്ച് ഈക്വലായിട്ട് കൊടുക്കുക കേട്ടോ. 2 2 അങ്ങനെ 2 4 6 വരും കണ്ടോ, തുല്യമായിട്ട് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കണ്ട് ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഇതിങ്ങനെ വരച്ചതാണ് ഈ കൊടുത്തിരിക്കുന്നത്, കളർ കൊടുത്തിരിക്കുന്നത്. എളുപ്പമല്ലയോ കുഞ്ഞുങ്ങളെ? എന്തെങ്കിലും സംശയമുണ്ടോ? അതായത് ടെസ്റ്റിലെ പടങ്ങളെല്ലാം നമ്മൾ ചെയ്തു. ഇത് ഓർത്തോണേ കുഞ്ഞുങ്ങളെ, ഇത് സംശയം ഉണ്ടെങ്കിൽ ഇത് മൊത്തം 6 എടുക്കുക ഇല്ലേ. 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നമ്മളൊരു എത്ര ഉണ്ടെന്ന് നോക്കുക. 1 2 3 4 5 6 എണ്ണം ഉണ്ട്. അപ്പോൾ 360നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 60 വരും. ആ 60 ഡിഗ്രി വെച്ച് പ്രൊട്രാക്ടറിൽ 60 ഡിഗ്രി വെച്ച് ഇങ്ങനെ വട്ടം വരയ്ക്കുക കേട്ടോ. എന്നിട്ട് അതിൽ നിന്നും നമ്മൾ ഈ സെൻറ്ററിൽ നിന്നും എത്ര എടുത്തതെന്ന് നോക്കുക. സെൻറ്ററിൽ നിന്നും നമ്മൾ 3 എടുത്തെങ്കിൽ അതിവിടെ വെച്ചിട്ട് 3 ഡിഗ്രിയുള്ള ആർക്ക് വരയ്ക്കുക കേട്ടോ. ഇവിടെയും വരുമ്പോൾ ഇവിടെ ഒരു ആർക്ക്, ഇവിടെ ഒരു ആർക്ക്. മനസ്സിലായോ? ഇതും അതുപോലെ തന്നെ 360നെ മൊത്തം ഇവിടെ എത്ര ഉണ്ട്, 8 എണ്ണം ഉണ്ടായിരുന്നു അല്ലേ. 360നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 45 വന്നു കേട്ടോ. 8 അല്ലേ ഇവിടെ, 1 2 3 4 5 6 7 8 8 കൊണ്ട് 45. അപ്പോൾ ആ 45 വെച്ചിട്ട് ആർക്ക് കൊടുക്കുക. ഇത് എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തേ, 3 സെൻറ്റിമീറ്റർ നീളത്തിൽ 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ നോക്കി ഒരു ഹെക്സഗണാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ അളവ് എത്ര തന്നിരിക്കുന്നത് നോക്കി. ഇതിനകത്തിൽ ഈ ഹെക്സഗണിനകത്തിൽ 3 കോണുകളാണ് തന്നിരിക്കുന്നത്. അപ്പം 360നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 120 വന്നു. ആ 120 വെച്ചിട്ട് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ സെൻറ്ററിൽ നിന്നും എത്ര പോയേക്കുന്നതെന്ന് നോക്കണം കുഞ്ഞുങ്ങളെ കേട്ടോ. സെൻറ്ററിൽ നിന്നും എത്ര പോയേക്കുന്നത്, 3 എത്ര ആണോ നമ്മുടെ സ്കെയിലിൽ വരുന്നത് അത് തന്നെ ഇങ്ങോട്ട് നീക്കി വരച്ചിട്ട് ജോയിൻ ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇവിടെ നോക്കിക്കേ, ഇത് നമ്മളിപ്പോൾ ചെയ്തതാണ് അല്ലേ. ഇതാണ്. ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുക, ട്രയാങ്കിൾ പല രീതിയിലും ചെയ്യാം. നിങ്ങൾക്ക് ഏതാ മനസ്സിലായെന്ന് വെച്ചാൽ അത് ചെയ്താൽ മതി കേട്ടോ. ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ത്രികോണം വരയ്ക്കുക. തുല്യ ത്രികോണമാണ്, കാരണം എൻ്റെ അകത്തെ മെഷർ എത്ര, 60 60 60 നമ്മളോട് അത് പറഞ്ഞു കേട്ടോ. തുല്യ ത്രികോണമാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ആ എൻഡ് വന്ന് ഇങ്ങോട്ട് മേപ്പോട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അതേ അളവ് തന്നെ കൊടുക്കുക, ജോയിൻ ചെയ്യുക. അത്രയേ ഉള്ളൂ. ഓപ്പോസിറ്റ് സൈഡ് തുല്യമായിട്ട് വേണം വരയ്ക്കാൻ കേട്ടോ. ഇവിടെ 4 ആണെങ്കിൽ ഇവിടെയും 4, ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ 6. കണ്ടല്ലോ, വലിയ വശം 6ഉം ചെറിയ വശം 4ഉമാണ്. ഇത്രയേ ഉള്ളൂ. ജോയിൻ ചെയ്യാലോ. ഇതും അതുപോലെ എന്ത് ചെയ്യുക, 6 സെൻറ്റിമീറ്ററുള്ള ഒരു സ്ക്വയർ വരയ്ക്കുക. സ്ക്വയർ ആണേ കേട്ടോ, സമചതുരം. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ നടുക്ക് 3 സെൻറ്റിമീറ്റർ കുത്തുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, 2 2 2 എന്ന് എടുത്തിട്ട് ഈ താഴത്തെ പോയിന്റിലോട്ട് കുത്തി. ഇത് നിങ്ങൾക്ക് എളുപ്പമാണെന്ന് എനിക്കറിയാം അല്ലേ. ഇതുപോലെ തന്നെ കളർ കൊടുത്തിട്ട് ടീച്ചറിനെ കൊണ്ട് കാണിക്കണം കേട്ടോ. അപ്പോൾ ഗുഡ് ബോയോ അല്ലെങ്കിൽ ഗുഡ് ഗേൾ ആണെന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വരെയുള്ള കണക്കുകളാണ് ചെയ്തത്. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ കുഞ്ഞുങ്ങൾ കേട്ടോ. അപ്പം ഈ വികരണങ്ങൾ അല്ലെങ്കിൽ ഡയഗണൽ മുതൽ നമുക്ക് അടുത്ത പാർട്ട് ഇടാം. മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് തന്നെ പറയണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഹൈപ്പും ഒക്കെ ചെയ്യണം കേട്ടോ എൻ്റെ കുഞ്ഞുങ്ങൾ. കാരണം ഇനി നമുക്ക് ഒരു ചാപ്റ്ററുടെ ഉള്ളൂ കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.